our stars. വൈശാഖ് നന്നായി നന്നായി പാടി. ഈ റൗണ്ട് ശരിക്കും വൈശാഖിന് ഒരു ബ്ലെസ്സിങ് ആയില്ല, കാരണം വൈശാഖിന്റെ സ്റ്റൈലിലുള്ള പാട്ടുകൾ ഒരുപാട് പാടാലോ. ഇത് പക്ഷെ വൈശാഖ് റൗണ്ട് അല്ലല്ലോ. എന്റെ അമ്മ സ്കോർ ചെയ്തു. ഇംപ്രൂവ്മെന്റ് ഉണ്ടപ്പോ. എന്നാലും എനിക്കിട്ട് വേണ്ടായിരുന്നു. ശരി, നമുക്കപ്പോ ആദ്യം ദീപകേട്ടനോട് ചോദിക്കാം. വൈശാഖ് സർ, ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയേണ്ടത്, റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യം, ഞാൻ ഒരിക്കലും റിഗ്രറ്റ് അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷേ വൈശാഖിന് സംസാരിക്കാനുള്ളൊരു പെർമിഷൻ തന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യം. ആദ്യം ഈ ചെക്കൻ ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമായിരുന്നു നമുക്ക്. ഇപ്പം ഈ ചെക്കൻ വായ പൂട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നമാണ്. കുഴപ്പമില്ല, എന്തായാലും വൈശാഖ് ഇത്രയെങ്കിലും സംസാരിച്ച് തുടങ്ങിയല്ലോ, അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. അടിച്ചു പൊളിച്ചോ ഇനി. പക്ഷെ അതിനൊപ്പം പാട്ടും ഉണ്ടായാൽ മതി. പിന്നെന്താ ഈ ഒരു മുണ്ടൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയത് ഈ പ്രാവശ്യം? സാർ എല്ലാം വെറൈറ്റി ആയിക്കോട്ടെ. പിന്നെ ഞാനും അത് എപ്പോഴും പാൻറ് അടിച്ച് വന്നല്ലേ, പിന്നെ വിചാരിച്ചു ഒരു മുണ്ട് കൊടുക്കാം. ശരി, വെറൈറ്റി ആയിക്കോട്ടെ. വെറൈറ്റി. ഓക്കെ, നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഈ പാട്ട് ഇതിൻ്റെ ഒറിജിനൽ വേർഷനുമായിട്ട് നോക്കുകയാണെങ്കിൽ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതായത് പാടിയ രീതി കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് എന്നാലും എന്തൊക്കെ വ്യത്യാസം ഉണ്ടായാലും എനിക്ക് സാധാരണ വൈശാഖിൻ്റെ സ്റ്റൈൽ ഓരോ പാട്ട് പാടുമ്പം അത്ര അങ്ങ് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഈ പാട്ട് വൈശാഖിൻ്റെ രീതിയിൽ പാടിയെങ്കിൽ പോലും എനിക്കിഷ്ടപ്പെട്ടു വൈശാഖ്. താങ്ക് യു സർ. ലയിച്ചാണ് പാടിയത്, മനസ്സിലായി. ഒരു ശരിക്കും അതിൽ മുങ്ങി എഴുന്നേറ്റിരിക്കുകയാണ്. ഈ പാട്ടിൽ എനിക്ക് ആകെയുള്ളൊരു സംശയം, ഇതിൻ്റെ ട്യൂൺ ഇന്നലെ നീ ഒരു സുന്ദരരാഗം എന്നുള്ള അതിൻ്റെ ട്യൂൺ അങ്ങനെ തന്നെയാണോ? എങ്ങനെയായിരുന്നു പാടിയിരുന്നത്? ഇന്നലെ നീയൊരു സുന്ദര അതില്ലേ അത് അങ്ങനെ വേണം. സുന്ദര അങ്ങനെ താഴോട്ട് വന്നിട്ട് ഇപ്പൊ രണ്ടാമത് ഞാൻ കൂടെ പാടിയപ്പോ ഉണ്ടായ ആ രീതിയിലല്ലേ അത്? സാർ ഞാനത് പറഞ്ഞോ, കറക്റ്റ് അത് മൈക്കിൽ പറയൂ സാർ. ഞാനിത് കേട്ടിന്, പക്ഷെ അത് ആദ്യത്തെ വരിയല്ല, പിന്നെ രണ്ടും അല്ല, ആദ്യവും വന്നില്ലല്ലോ അല്ലേ? ആദ്യം പ്ലെയിൻ ആയിട്ടും പിന്നെ പാടുമ്പോ ഇങ്ങനെ വരുന്നുണ്ടല്ലേ? മറന്നുപോയി. അത് പറ. അപ്പൊ മറന്നതാണ് സംഭവം അല്ലേ? അപ്പൊ ഒരു തെറ്റ് പിടിച്ചേ. ഓക്കെ. പിന്നെ അനുപല്ലവിയിൽ എവിടെയെങ്കിലും ഒരു വടക്കൻ കേരള കയറി വന്നിരുന്നോ? താളമടിക്കാൻ കുഴപ്പമില്ല. നമ്മളെ നാട് മറക്കാൻ പറ്റും? നമ്മളെ നാട് മറക്കാൻ പറ്റില്ല. ഞാൻ പല ടൈപ്പ് കണ്ടസ്റ്റൻസിനെ ഇട്ട് വലിച്ചു വാരി എന്തൊക്കെയോ ആക്രമണം ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് വൈശാഖിന്റെ മുകളിൽ കൈ വഴുതി പോവാ, എനിക്ക് കിട്ടുന്നില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും സാറില്ല, ഞാൻ ഇനി വൈശാഖിനെ ഹാൻഡിൽ ചെയ്യാൻ പ്രത്യേക കോച്ചിങ് എടുത്തിട്ടേ ഞാൻ വരുള്ളൂ. ഇതുപോലത്തെ 4-5 ഞാൻ വെറുതെ ഇരുന്നിങ്ങനെ വട്ടാക്കിയിട്ടേ ഞാൻ ഇനി വരുള്ളൂ. കാരണം എനിക്ക് അല്ലാതെ ഗ്രിപ്പ് കിട്ടുന്നില്ല. എന്തായാലും പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗുഡ്. താങ്ക് യു ചേച്ചി. വൈശാഖ് നന്നായിട്ട് പാടി കേട്ടോ. വൈശാഖിന്റെ സ്റ്റൈലില് പാടി. ശരിക്കും അത് പിന്നെ ദാസേട്ടന്റെ വേർഷൻ കേട്ട് പഠിച്ച മാതിരി തോന്നിയില്ല. മോൻ ഈ പാട്ട് എവിടെയൊക്കെയോ കേട്ടിട്ട് മോൻ്റെ രീതിയിൽ അതങ്ങ് പാടി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുറെ ഇപ്പം താളമടിക്കാൻ എന്ന് പറഞ്ഞ പോലെ തന്നെ മനോമുകുളമല്ലേ, മുകുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് മനോമുകുരം എന്നൊരു വാക്ക് എനിക്കറിയില്ല, മുകുളം എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ മുക്തല്ല മുഗ്ധാനുരാഗമാണ് അവിടെയും. പിന്നെ കുറച്ച് കൂടുതൽ ലൈറ്റ് മ്യൂസിക് മോൻ കേൾക്കണം. ഇങ്ങനെ ലൈറ്റ് മ്യൂസിക് പാടണം എന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ ഷോസിന് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ലൈറ്റ് മ്യൂസിക് കേൾക്കണം. ഒരുപാട് ക്ലാസിക്കലായിപ്പോൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന എല്ലാ പ്രാവശ്യവും കുറെ കൂടെ ക്ലാസിക്കലായിട്ടുള്ള പാട്ട് തന്നെ എടുക്കണം. പക്ഷേ പിന്നെ വൈശാഖിന് അതാണ് കൂടുതൽ വരുന്ന. ക്ലാസിക്കൽ സ്റ്റൈൽ നല്ലോണം എല്ലാത്തിലും വരുന്നുണ്ട്, ഏത് സ്റ്റൈല് പാടിയാലും അത് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ലളിതഗാനങ്ങൾ കേൾക്കൂ കേട്ടോ. അപ്പോൾ കുറച്ചതിൽ നിന്ന് മാറാൻ പറ്റുമോ എന്ന് നോക്കൂ. ക്ലാസിക്കലി പാടുമ്പോൾ ക്ലാസിക്കലായിട്ട് പാടണം, ലൈറ്റ് പാടുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ആക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ജാസേട്ടൻ. വൈശാഖില് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്.
ദീപക് പറഞ്ഞല്ലോ, ഇപ്പം അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കാൻ പേടിയാണ്, എന്തൊക്കെയാണ് ഇങ്ങോട്ട് പറയുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് വൈശാഖ് നല്ലതായിട്ട് പാടുന്നുണ്ട്, നന്നായിട്ട് പെരുമാറുന്നുണ്ട്, എല്ലാത്തിലും എന്താണ് ഒരു 5 പോയിന്റ് മുകളിലേക്കാണ് വൈശാഖിൻ്റെ യാത്ര. ഇനിയും ഈ യാത്ര തുടരട്ടെ. ഓക്കെ, ശരി. വൈശാഖിന് യേശുദാസ് റൗണ്ടിലെ ജഡ്ജസ് എത്ര മാർക്കാണ് നൽകിയിരിക്കുന്നത് നോക്കാം. ചേച്ചി, ഔട്ട് ഓഫ് 40. 30 ഔട്ട് ഓഫ് 40. ദീപകേട്ട 24. 24 ഔട്ട് ഓഫ് 30. ജാസേട്ടാ 23 ഔട്ട് ഓഫ് 30. ദീപകേട്ടൻ എന്തെങ്കിലും പറയാൻ വന്നിരുന്നു അപ്പൊ? അല്ല, വൈശാഖിന് അത് വേണ്ടായിരുന്നു തോന്നുന്നു. അല്ല അതല്ല, പിന്നെ കൂടിപ്പോയോ വൈശാഖ്? ഇല്ല ഇല്ല, വേണമെങ്കിൽ ഒരു 10 പോയിന്റ് കുറയ്ക്കാം. വേണ്ട കൂട്ടി വേണ്ടല്ലോ, ഓക്കെ. ഇപ്പൊ വൈശാഖിന് യേശുദാസ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 100-ൽ 77.